പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് പിന്നീട് അക്രമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിക്കുണ്ടാവുന്ന ഡാമേജ് ഇത് ഇന്ന് അത് ഇന്ന് അപലപിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് അത്തരം വിഷയങ്ങളിലേക്ക് പോകില്ല. ഇനിയിപ്പോ എത്ര പേര് അറസ്റ്റിലാവും? നിരവധി പേര് അറസ്റ്റിലാവും. അതേസമയം അവിടെ വന്ന് പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതിനുശേഷം ഇ ഡി ഉദ്യോഗസ്ഥൻ പോകുന്ന സമയത്ത് അവർക്ക് വഴിവിട്ടവർക്ക് അവരെ പോകാൻ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയങ്ങളിലേക്ക് പാർട്ടി കുറെ പ്രതികൾ ഉണ്ടാക്കുക, എന്നിട്ട് അവർ ജയിലിൽ പോവുക, അതിൽ നിന്ന് പാർട്ടി വളർത്തുക എന്നൊക്കെ പഴയ രീതിയാണ്. ഇപ്പൊ അത്തരത്തിലുള്ള രീതിയല്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കേസുകൾ ഉണ്ടാവുന്നത് അത് അപകടകരം തന്നെയാണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന് തൊട്ടു പിന്നേ ദിവസം നമ്മൾ കണ്ടതാണ് SFIക്കാരും KSUക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ. അവിടെയും ഈ വിഷയം ഉണ്ടായി. കൃത്യമായ ഒരു കുട്ടികളെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്ന ഒരാളല്ല. റഹീമിനൊന്നും അത്തരത്തിലുള്ള ഒരു പ്രാപ്തി ഇല്ല